ഹലോ, അസ്സാം വലൈക്കും. ഇതെന്താന്ന് വെച്ചാൽ ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ ഗപ്പി വാങ്ങാൻ വന്നാട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ അച്ചു ഇച്ചും മിച്ചൊക്കെ കാല് മാറിട്ടോ. ഗപ്പി എന്ന് പറഞ്ഞ് വന്ന കുട്ടികൾ വരാല് എന്തൊക്കെയൊക്കെയോ മീനിൻ്റെ പേരുകൾ പറഞ്ഞു തന്നിട്ടോ. 1500, 700, 800 അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞ മീനിൻ്റെ റേറ്റ്. ഞാൻ ആകെ അന്തം വിട്ടിടോ. കാരണം 10 രൂപയുടെ എന്താ മുയ്യ്, അതായത് മുഷി എന്നൊക്കെ പറയൂലേ, അത്, പിന്നെ ഗപ്പി എന്നൊക്കെ പറഞ്ഞ് വന്ന കുട്ടികൾ ഇവിടുന്നാണ് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അവസാനം കുട്ടികൾക്ക് എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവർ പറഞ്ഞ പ്രകാരം കുറച്ച് ഈ കളർ മീനുകൾ, ഇങ്ങനത്തെ പല മീനിൽ നിന്നും കുറേശ്ശെ ഈ 2 ജോഡികൾ ഇങ്ങനെ എടുത്തിട്ടോ. ഈ ചേച്ചി ഇങ്ങനെ എടുത്തന്നു. അതിൻ്റെ വെള്ളവും പിന്നെ ഇതിനെ തീറ്റ കൊടുക്കേണ്ട രീതിയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടോ. പക്ഷേ അച്ചും മിച്ചും ഇവിടുന്ന് വാങ്ങി. ഇച്ചുവിന് അത്ര തന്നെ അങ്ങോട്ട് കംഫർട്ടായിട്ടില്ല കേട്ടോ. ഇച്ചു എന്താ പറയുക, ഇവിടുന്ന് വേണ്ടാന്ന് ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഈ ചേച്ചി കുറച്ചൊരു സങ്കടത്തിലാണ് കേട്ടോ. മിച്ചു ഇങ്ങനെ തുറന്ന് പറയുന്നത് ചേച്ചി വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ശരി, മൂന്നാൾക്കും അത്യാവശ്യമുള്ള മീനൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഓട്ടോ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇവരുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഈ ഓട്ടോ എടുത്തിട്ട് മീൻ വാങ്ങാൻ വന്നത്. വെക്കേഷനല്ലേ, കുട്ടികൾക്ക് ബോറടിക്കണേ. അപ്പോൾ ചേച്ചി പേരും നമ്പറും മീൻ വാങ്ങിയ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് ഓട്ടോയിലേക്ക് വന്നിട്ട് ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾ അത്ര നല്ല റേറ്റിൻ്റെ തന്നെ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ മീനിനെ ഞാൻ ബക്കറ്റിലിടും, മറ്റേ പാത്രത്തിലിടും. ഇതാ വീട്ടിൽ വന്നിട്ടുള്ള അവസ്ഥയാണ് ഇത് കേട്ടോ. ഇതൊക്കെയാണ് ചൂടാറാത്ത കാസറോളൊക്കെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഷിബില വന്നാൽ ബാക്കി അറിയും, ബാക്കി എന്തൊക്കെയാണ് ഇവർക്ക് ഇനി കിട്ടാൻ പോണതെന്ന്. അല്ല അപ്പം എന്താ പറയുക, ഞാനിത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ട് നോക്കി പോകും കേട്ടോ. ഇവർക്ക് മീൻ വാങ്ങിക്കൊടുത്തു, അത്രേ ഞാൻ ചെയ്ത് തെറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു.